നീ ഇപ്പം നിൻ്റെ ലൈഫിൽ സ്റ്റക്കായിരിക്കുവാണ്, നിനക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, നിനക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല. നിൻ്റെ ലൈഫിൽ എന്താ ഒരു ലക്ഷ്യം എന്താണെന്ന് നീ ആ ഒരു ബോധമില്ല, നീ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആ ഒരു സ്റ്റക്കായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നീ ജസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കാണും. ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നീ കണ്ടുകഴിയുവാണെന്നുണ്ടെങ്കിൽ നിനക്ക് ആ ഒരു ഡൗട്ട്, നിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഡൗട്ട് നിനക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറി തരുക. ഞാൻ നിനക്ക് 100% ഗ്യാരണ്ടി തരുക. ആൻഡ് ഏറ്റവും മെയിനായിട്ട് ഞാൻ വീഡിയോയിൽ മെയിനായിട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് നിനക്കൊരു ക്വസ്റ്റ്യൻ. അത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആലോചിക്കാനൊന്നുമില്ല, ചെറിയൊരു സാധനം. അത് ഞാനിപ്പം നിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടല്ല, ഞാൻ പോട്ടെ, ദൈവം നേരിട്ട് നിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് നിനക്കൊരു വരം തരുമെന്ന് വെച്ചു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതെന്ത് കാര്യം വേണമെങ്കിലും നീ ജസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ നീ 100% സക്സസ്ഫുൾ ആയിരിക്കും. എന്തൊക്കെ സംഭവിച്ചാലും ഇല്ലെങ്കിലും ആ ഒരു സാധനം നീ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നീ അതിൽ 100% സക്സസ്ഫുൾ ആയിരിക്കും. അങ്ങനെ ഒരു വരം നിനക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നീ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? ഇപ്പോൾ നിൻ്റെ മനസ്സിലോട്ട് കുറേ സാധനം വന്നു കാണും. എനിക്ക് എന്താണ് എക്സാക്ട്ലി നിൻ്റെ മനസ്സിൽ വന്നതെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. നിൻ്റെ മൈൻഡ് റീഡ് ചെയ്യാൻ മാത്രം ഞാൻ ആരുമല്ല. ബട്ട് ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പം നിൻ്റെ മനസ്സിലോട്ട് വന്നേക്കുന്ന എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും അതാണ് നിൻ്റെ ലൈഫിൽ നിനക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം. നിൻ്റെ ലൈഫിൽ നിനക്കുള്ള ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ, നിൻ്റെ ലൈഫിൽ നിനക്ക് ഏറ്റവും ചെയ്യാൻ താല്പര്യമുള്ള സാധനം, നിൻ്റെ ലൈഫിൽ നിൻ്റെ ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എക്സാക്ട്ലി ഈ ഒരു സാധനമാണ്. ആൻഡ് ഇനി നീ എൻ്റെ അടുത്ത് സത്യം പറ, ഈ സാധനം നിനക്ക് അറിയാത്തതാണോ, അല്ലെങ്കിൽ നീ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു? അത് കാരണം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഈ സാധനം നീ ഇപ്പോൾ നിൻ്റെ ആ ഒരു 24 മണിക്കൂറിൽ നീ എന്തെങ്കിലും ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സക്സസ്ഫുൾ ആവുമെന്നും പറഞ്ഞൊരു വരം നിനക്ക് കിട്ടുമ്പോൾ ഈ സാധനം നീ നിൻ്റെ മനസ്സിലോട്ട് വന്നിട്ടുണ്ട്, നീ ഇത് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും നിൻ്റെ കംഫർട്ട് സോണിൽ നിൽക്കുന്നൊരു സാധനമല്ല. നിൻ്റെ കംഫർട്ട് സോണിന് പുറത്തിറങ്ങി നീ ചെയ്യേണ്ട സാധനമാണ്. പക്ഷെ എന്നാലും നിനക്ക് ആ സാധനം വേണം, കാരണം നിനക്കറിയാം നിൻ്റെ ലൈഫിൽ നിനക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം അതാണെന്ന്. ആൻഡ് ഈ സാധനം നിനക്ക് ഇത്രയും നാൾ അറിയാത്ത സാധനമൊന്നുമല്ല. നിനക്ക് നേരത്തോട്ട് അറിയാം എനിക്ക് ഇതാണ് എൻ്റെ ലൈഫിൽ വേണ്ടത്, എനിക്ക് ഈ സാധനമാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇത്രയും നാളായിട്ട് നിനക്ക് ചെയ്യാൻ പറ്റാത്തത് നിൻ്റെ മനസ്സിൽ നിനക്കുള്ള ആ ഒരു പേടി കാരണം. നിൻ്റെ ഉള്ളിൽ നിനക്ക് നിന്നോട് തന്നെയുള്ള ആ ഒരു സെൽഫ് ഡൗട്ട് അത്രയും മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഈ സാധനം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ ഫെയിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആൾക്കാർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും? അവരെന്നെപ്പറ്റി എന്ത് പറയും? അതിൽ ഫെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അത്രയും സമയം പോക്ക്, എങ്ങാനും ആ ഒരു ഇതിൽ ഞാൻ എങ്ങനെയെങ്കിലും ഇതായി പോയാലും ആ റിസ്ക് അതിൽ കൂടുതലാണ്. ആ ഒരു ഉള്ളിലുള്ള ആ ഒരു പേടി കൊണ്ട് മാത്രമാണ് നിനക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതെ, അല്ലാതെ നിനക്ക് അറിയാത്ത കൊണ്ടല്ല. വേണം ഞാൻ നിൻ്റെ ഒറ്റ കാര്യം പറയാം. ഇപ്പം നീ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നീ കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടിരിക്കും. നീ വേറെ ആരോടും പറയാൻ ഞാൻ പറയുന്നില്ല, നീ ജസ്റ്റ് നിന്നോട്, ഞാൻ പറയുന്ന സാധനങ്ങൾക്ക് നീ നിന്നോട് തന്നെ ചോദിക്കുക. നിന്നോട് നീ അറ്റ്ലീസ്റ്റ് ആ ഒരു ട്രൂത്ത്ഫുൾ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ, നീ നിന്നോട് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ തന്നെ പകുതി പ്രോബ്ലംസ് നിനക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നീ വേറൊരുത്തിൻ്റെ അടുത്ത് കള്ളം പറയുക, സത്യം പറയുക, എന്താണെന്ന് വെച്ചാൽ നീ ചെയ്യും. പക്ഷേ നിനക്ക് അറ്റ്ലീസ്റ്റ് നിൻ്റെ അടുത്ത് കള്ളം പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നിൻ്റെ അടുത്ത് നിനക്ക് സത്യസന്ധമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, വേറെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ ഇത് നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാലും നിനക്കൊരിക്കലും ലൈഫിൽ ഗ്രോ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിനക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടത് നീ ആരാണെന്ന് മനസ്സിലാക്കുക എന്നുള്ള, നിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു പൊസിഷൻ എന്താണ്, നീ ഇപ്പം നിൽക്കുന്ന ആ ഒരു അവസ്ഥ എന്താണ്, നീ ശരിക്കും ആരാണ്, നിൻ്റെ റിയാലിറ്റി എന്താണെന്ന് നീ മനസ്സിലാക്കാതെ നിനക്ക് അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. സോ ആ ഒരു കേസിൽ നീ നിന്നോട് സത്യസന്ധനായിട്ടിരിക്കാതെ നീ നിൻ്റെ അടുത്ത് വന്നിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരുത്തൻ ഞാനെന്തോ ഭയങ്കര സംഭവമാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ മറ്റുള്ളവരെക്കാളും മികച്ചവനാണ്, അങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടൊരു കാര്യമില്ല. അറ്റ്ലീസ്റ്റ് നീ നിൻ്റെ അടുത്ത് ആ ഒരു സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിൻ്റെ അടുത്ത് നീ ആ ഒരു ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ട്രൂത്ത്ഫുൾ ആയിട്ടിരിക്കുക. അഫ്കോഴ്സ് കാര്യമൊക്കെ ചെയ്യണം, നിനക്ക് നിൻ്റെ ഫ്യൂച്ചറിനെ പറ്റി നല്ല രീതിക്ക് ആ ഒരു വിഷൻ വേണം, നിനക്ക് ഇന്ന സാധനം വേണം, നിനക്ക് ഈ ഒരു സാധനത്തിലോട്ട് എത്തണം, അത് അഫ്കോഴ്സ് നിൻ്റെ മനസ്സിൽ വേണം. ആ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് ആ ഒരു കോൺഫിഡൻസ് നിൻ്റെ ഉള്ളിൽ തന്നെ വേണം. പക്ഷേ നീ അതിന് വേണ്ടിയിട്ട് ആ ഒരു ആക്ഷൻ എടുക്കാണ്ടിരിക്കുമ്പോഴും ഓക്കെ ഇതിന് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാരണം ഉണ്ടാക്കി നിൻ്റെ മനസ്സിനെ ചുമ്മാ തൃപ്തിപ്പെടുത്തി കുറേ കള്ളത്തരം പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നീ ഇവിടെ എത്താൻ പോകുന്നില്ല. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നീ നിൻ്റെ അടുത്ത് സിൻസിയറായിട്ടിരിക്കാൻ നോക്കും. എന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ എന്തെന്നാ നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ സാധനം നിനക്ക് നിൻ്റെ ലൈഫിൽ എവിടെ എത്തണ്ടേ എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാക്കുമെന്ന് ഞാൻ നിനക്ക് വീഡിയോ തുടങ്ങിയപ്പോഴേ ഗ്യാരണ്ടി തന്നതാണ്. ഇത്രയും നീ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നിനക്ക് ഏകദേശം ആ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. ഇതാണ് എനിക്ക് വേണ്ടത്, ഈ സാധനമാണ് എനിക്ക് വേണ്ടത്. ഇനി നിനക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി ആക്ഷൻ എടുക്കുക എന്നുള്ള, ആ ഒരു സാധനം നിൻ്റെ മനസ്സിലോട്ട് അപ്പോൾ വന്ന ആ ഒരു സാധനം എന്താണോ അതിനുവേണ്ടി നീ ഇപ്പോൾ ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങി. ഒരുത്തനും അവൻ്റെ ലൈഫിൽ തോൽവി കാണാതെ സക്സസ് ഉണ്ടാക്കി അങ്ങനെ പോയിട്ടില്ല. ഈ തോക്കുമ്പോഴത്തേക്കും ഭയങ്കര ഇതായിട്ട് ചീത്തയായിട്ട് കാണിക്കുന്ന ആ ഒരു രീതിയിൽ നിന്നെ സൊസൈറ്റി ആക്കി വെച്ചേക്കുന്നത് ജസ്റ്റ് നിൻ്റെ സ്കൂളിനെയും കോളേജിനെയും ആ ഒരു കേസിൽ മാത്രമാണ്. ബാക്കി എവിടെയാണെന്നുണ്ടെങ്കിലും
ലൈഫിൽ തോൽവി കണ്ടിട്ടുള്ളവൻ മാത്രമേ ലൈഫിൽ ഗ്രോ ആയിട്ടുള്ളൂ, ആ ഒരു പ്രോഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് നീ തോൽവിനെ പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നീ ഓരോ പ്രാവശ്യം ഫെയിൽ ആകുമ്പോഴും നിനക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. പക്ഷേ നിൻ്റെ ലൈഫിൽ നിൻ്റെ ആ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ലക്ഷ്യം, നിൻ്റെ ഏറ്റവും വലിയ ആ ഒരു ലക്ഷ്യം, നിനക്ക് ഏറ്റവും ആവശ്യമുള്ള ആ ഒരു സാധനം, അത് ജസ്റ്റ് നിൻ്റെ മനസ്സിലുള്ള ആ ഒരു പേടി കാരണം, തോറ്റു പോകുക എന്നുള്ള പേടി കാരണം നീ അതിന് വേണ്ടി ട്രൈ പോലും ചെയ്യാതെ, നീ അതിന് വേണ്ടി ആ ഒരു എഫേർട്ട് പോലും ഇടാതെ നിന്നെക്കൊണ്ട് നടക്കത്തില്ലെന്ന് വിചാരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ ലൈഫ് നീ ജീവിക്കുന്നതിൽ പോലും ഒരർത്ഥവും ഇല്ലാണ്ടാണ് നീ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിൻ്റെ ലൈഫിൽ ആ ഒരു പെർപ്പസേ നീ ഇല്ലാതെ ജസ്റ്റ് എന്തോ ഒരു സാധനം നിൻ്റെ ഉള്ള ആ ഒരു ചെറിയ പേടിക്ക് വേണ്ടി ആ ഒരു പേടിയായിട്ട് കടിച്ച് തൂങ്ങിക്കിടന്ന് അങ്ങനെ ജീവിക്കാനാണെന്നുണ്ടെങ്കിൽ നിൻ്റെ ലൈഫ് ഒരർത്ഥവും ഇല്ലാണ്ടായി പോവും. ആ മനസ്സിലാക്ക്. ഇപ്പം ഞാനായിട്ട് നിനക്ക് പറഞ്ഞു തന്നല്ല, നിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നീ കണ്ടുപിടിച്ചാൽ നിൻ്റെ ഒരു പെർപ്പസ് എന്താണെന്നുള്ളത്. നീ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണമെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നിൻ്റെ കയ്യിലിരിക്കുന്നത്. അത് നിനക്ക് ചെയ്യാണ്ടിരിക്കുക. പക്ഷെ അത് ചെയ്യാമെന്ന് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒറ്റ കാര്യം ഓർത്തു, നിനക്ക് ഒറ്റ ലൈഫേ കിട്ടാൻ പോകുന്നുള്ളൂ. ജനിച്ച ഒരിക്കൽ മരിക്കും, അത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള സാധനമാണ്. നീ എപ്പോഴാണ് മരിക്കാൻ പോകുന്നത് നിനക്കറിയത്തില്ല. നീ എത്ര നാൾ ജീവിക്കുമെന്ന് നിനക്ക് ഗ്യാരണ്ടീഡ് അല്ല. നീ ആ ഒരു സമയത്ത് നാളെ ചെയ്യാം പിന്നെ സമയമുണ്ടല്ലോ ആ ഒരു രീതിയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനം നീ മനസ്സിലുള്ള സാധനം എല്ലാം കൂടി എടുത്തുകൊണ്ട് ആ ഒരു കുഴിയിലോട്ടാണ് ചെന്ന് വീഴാൻ പോകുന്നത്. അതുകൊണ്ട് നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം നിൻ്റെ മനസ്സിലുള്ള ആ ഒരു സാധനം എന്താണോ, ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങി. വേറെ ഒന്നും നീ നോക്കണ്ട. മറ്റുള്ളവർ പറയുന്നവർ പറയട്ടെ, ബാക്കി കാണിക്കുന്നവർ കാണിക്കട്ടെ. പക്ഷെ നിനക്ക് ചെയ്യാനുള്ള സാധനം നീ നിൻ്റെ ഒരു 100% എഫേർട്ട് ഇട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നീ സക്സസ്ഫുൾ ആയിരിക്കും. അത് ഞാൻ നിനക്ക് 100% ഗ്യാരണ്ടി തരിക. ആൻഡ് ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കംപ്ലീറ്റ് നിൻ്റെ കയ്യിലിരിക്കുന്നത്. ഒന്നേ എനിക്ക് ചെന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിനക്ക് ഈ വീഡിയോ കഴിയുമ്പോഴും യൂട്യൂബിൽ ഒരു 100 വീഡിയോ വേറെ കിട്ടും. ഹൗ ടു ഐഡൻറ്റിഫൈ യുവർ പർപ്പസ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഒരു 100,000 വീഡിയോ യൂട്യൂബിൽ വേറെ പല ക്രിയേറ്റേഴ്സ്, ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എല്ലാ സാമാനത്തിലും നിനക്ക് കിട്ടും. അല്ലെന്നാണെങ്കിൽ ഇൻസ്റ്റയിൽ നീ റീല് തോണ്ടാൻ പോകും, അവിടെ നിന്നും കുറേ കിട്ടും. അങ്ങനെ മോട്ടിവേഷൻ ഉണ്ടാക്കി മാത്രം നിൻ്റെ തലയിൽ ആ ഒരു ഫേക്ക് റിയാലിറ്റി ഉണ്ടാക്കി അതിൽ ജീവിച്ച് മരിക്കാം. നിൻ്റെ റിയൽ ലൈഫിൽ നീ എവിടെ എത്താൻ പോകുന്നില്ല. സോ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കംപ്ലീറ്റ് നിൻ്റെ കയ്യിലിരിക്കുന്നത്. ഒന്നെങ്കിൽ നീ ഇപ്പോൾ ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്കും എല്ലാം മാറ്റി വെച്ചത് നേരെ നിൻ്റെ ലൈഫ് നീ എങ്ങനെയാണോ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യും. അല്ലെന്നാണെങ്കിൽ ഇത്രയും നാൾ നീ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ വെറും പാഴായിട്ട് വെറും വാണമായിട്ട് നിൻ്റെ ലൈഫ് മൊത്തവും വെറുതെ വേസ്റ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കും. സോ ദ ചോയ്സ് ഈസ് യുവേഴ്സ്. എന്താ ചെയ്യണമെന്നുള്ളത് കംപ്ലീറ്റ് നിൻ്റെ കയ്യിലിരിക്കുന്നത്. നിൻ്റെ ലൈഫ് നീ വിചാരിക്കാതെ ഒരുത്തിനും മാറ്റാൻ പറ്റാൻ പോകുന്നില്ല. I hope that do make sense.